നമസ്കാരം, സുഭാഷ് സാറാണ്. നമ്മളിന്ന് ഇംപ്രൂവ്മെന്റ് കുട്ടികൾക്ക് വേണ്ടി നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു സ്റ്റഡി ടൈം ടേബിൾ ആണ് ഫസ്റ്റ് ഉള്ളത്. നമ്മൾ ആദ്യത്തേതാണ്. നമുക്കിനി കുറെ സമയമൊക്കെ ഉണ്ട്. കുട്ടികൾ വിചാരിക്കുന്ന കുറെ മാസങ്ങളുണ്ടല്ലോ. നിങ്ങൾ ഒരിക്കലും മാസങ്ങളുടെ എണ്ണം നോക്കിക്കൊണ്ട് സ്ലോ ആവരുത്. വളരെ ഫാസ്റ്റ് ആയിരിക്കണം, നല്ല സ്റ്റഡി ആയിരിക്കണം. ഓക്കെ, നല്ല പവർഫുൾ ആയിട്ട് നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരാളുമായിട്ടും ഒരു കോംപ്രമൈസും ഇല്ല. മീൻസ് ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളിലും പൊയ്ക്കൊണ്ടിരുന്ന സമയങ്ങളൊക്കെ നമ്മൾ പഠിത്തത്തിന് വേണ്ടി യൂസ് ചെയ്യണം. അവിടെയാണ് നമ്മളുടെ മികവ്. നമ്മളിപ്പോ പല കാര്യങ്ങളിലും ഏർപ്പെടുന്നുണ്ട് അല്ലേ. പല സമയം നമ്മൾ ഇത്രയും നാളുമൊക്കെ പല കാര്യങ്ങളും നമ്മളിപ്പോ ഇന്ന സമയം വൈകിട്ട് ഒരു 4 മണി തൊട്ട് 5 അല്ലെങ്കിൽ 5 മണി തൊട്ട് 6 മണി പല കാര്യങ്ങളും നമ്മൾ ഏർപ്പെട്ട് പഠിക്കാതിരിക്കുന്നുണ്ടായിരുന്നല്ലോ. അവനെയൊക്കെ പഠിത്തത്തിന് വേണ്ടി ഉപയോഗിക്കണം കുറച്ച് നാളത്തേക്ക്. അതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് നിങ്ങൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റും. നിങ്ങളെ നോക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ മീൻസ് പേരൻസ്, അതിലുപരി നിങ്ങൾക്ക് തന്നെയല്ലേ അതിന്റെ പ്രയോജനം. പിന്നീട് ഇതൊന്ന് ജയിച്ച് അങ്ങോട്ട് വെളി വരുമ്പോഴുള്ള സന്തോഷം എന്ത് രസമായിരിക്കും അല്ലേ. അതുകൊണ്ട് ആ സൗന്ദര്യത്തിനെ നിങ്ങൾ ഒരിക്കലും കളയരുത്. ഇനി തിരിച്ചെന്ന് ആലോചിച്ചേ, ഇനി നിങ്ങളൊന്ന് തോറ്റു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവം, എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്കിത് ഒളിച്ചു വെക്കാൻ പറ്റുമോ? ഇനിയിപ്പോ പല കാര്യങ്ങളും പലപ്പം കുട്ടികളെല്ലാം പലയിടത്തും ചിലപ്പോൾ പറഞ്ഞു കാണത്തില്ല തോറ്റു എന്നൊക്കെ ഉള്ളത്. എന്തെങ്കിലുമൊക്കെ കാരണമൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ കോഴ്സുകൾക്കൊക്കെ പോയി പലരെയും നമ്മളിപ്പോൾ ചിലപ്പോൾ പറഞ്ഞു നമുക്കത് ശരി, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇനിയും തോറ്റു കഴിഞ്ഞാൽ നമുക്കത് പിടിച്ചു വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തിരി മുന്നിൽ നിന്ന് പഠിച്ചോണം. അല്ലാതെ കറക്റ്റ് പഠിക്കുക അങ്ങനെയൊക്കെയുള്ള രീതി ആയി കഴിഞ്ഞാൽ ഇനി റിസ്ക് തന്നെയാണ്, ചിലപ്പോൾ ജയിക്കത്തില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും ജയിക്കുന്ന രീതിയിൽ കൂടെ തന്നെ പഠിച്ചു തുടങ്ങണം. ഓക്കെ, അപ്പൊ ഒന്നാമത് അതിനുവേണ്ടിയുള്ള ഒരു വർക്ക് ചെയ്യണം. ഡിസിഷൻ ഞാൻ ഇന്നലെ പറഞ്ഞു, ഡിസിഷൻ എടുക്കുന്നത് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിരിക്കണം. വർക്ക് ചെയ്യുന്നത് വളരെ ഫാസ്റ്റ് ആൻഡ് ആക്യുറസി ആയിരിക്കണം. ഓക്കെ, ആക്യുറേറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പണി എളുപ്പമാണ്. നമ്മൾ ഈ ആക്യുറസിയുടെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ എക്സാമിന് ഇപ്പൊ പലപ്പോഴും നമുക്ക് പല ക്വസ്റ്റ്യൻസുകൾ അറിയാവുന്നത് വരുന്നുണ്ട് അല്ലേ. പക്ഷെ ഈ അറിയാവുന്ന ക്വസ്റ്റ്യന് ഫുൾ മാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പലർക്കും അത് കിട്ടുന്നില്ല. ഇപ്പൊ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നു. ഈ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചിലപ്പോൾ 2, 1.5 കുറയുന്നുണ്ട്. നിങ്ങൾ അറിയുന്ന പോലും ഇല്ല. അങ്ങനെ നിങ്ങൾ പക്ഷേ ഈ 3 മാർക്കിന്റെ അത് വീട്ടിൽ വന്നിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻ വന്നു കൂട്ടി 3, 6, 9 എന്ന് പറഞ്ഞാൽ കൂട്ടി പോകും. അവസാനം വരുമ്പോൾ ഇതൊന്നും അവിടെ വരുന്നില്ല. എന്ത് ചെയ്യും? അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, പഠിക്കുന്നതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എഴുതി പഠിക്കണം എന്നെങ്കിലേ പറ്റുള്ളൂ. നിങ്ങൾ എക്സാമിന് എന്നിട്ട് ഒരിക്കലും അവിടെ നിന്നുകൊണ്ട് പറയുവോ അല്ലെ വേറൊന്നുമല്ല, നിങ്ങൾ എഴുതി കാണിക്കുക എന്നുള്ളതാ. ആ എഴുതി കാണിക്കുന്ന പ്രവൃത്തി എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ ചുമ്മാതെ നമ്മൾ എന്തെങ്കിലും വേറെ രീതിയിൽ കൂടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രയോജനമില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു റിസ്ക് എടുക്കുക എന്നുള്ളതില്ല, ഉറപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കുന്നത് എഴുതി തന്നെ ആയിരിക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, പഠിക്കുന്നതിന്റെ രീതി. ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ പഠിച്ച് അങ്ങനെ പഠിച്ചിട്ട് പോകരുത്. കാരണം എക്സാം ഒക്കെ ടഫായിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കാണുകയും ചെയ്തു. ആ രീതി കൂടെ വേണം നിങ്ങൾ മാറാൻ. അല്ലെങ്കിൽ എക്സാം പാറ്റേൺ മാറുമ്പോൾ നമ്മളും മാറണം. കാലത്തിനൊത്ത് കോലം മാറണം എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ എക്സാമിന് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് നോക്കിയപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയതും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണല്ലോ നമ്മൾ ഫെയിൽ ആവുന്നത്. ഇനി നമ്മൾ അങ്ങനെ ഉണ്ടാവരുത്. അപ്പൊ നിങ്ങൾ ഇത്തിരി നന്നായിട്ട് പഠിക്കുന്നത്, നല്ല തെറ്റാതെ എഴുതാൻ പഠിച്ചേക്കണം. അതിനുള്ളിൽ പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മൾ ഫെയിൽ ആയത് എടുത്ത ശേഷം നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതിനെ കുറിച്ച് ഏകദേശം ഒരു രൂപം ഉണ്ടാക്കണം. എന്താണ് ഈ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു 10 ചാപ്റ്റേഴ്സോ അല്ലെങ്കിൽ 14 ചാപ്റ്റേഴ്സോ അല്ലെങ്കിൽ 12 ചാപ്റ്റേഴ്സൊക്കെ ഉള്ള സബ്ജക്റ്റുകളായിരിക്കുമല്ലോ. നിങ്ങൾ അതിനുള്ളിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏതാ? ഇതെനിക്കറിയാം, അതറിയാം. കാരണം നമുക്ക് ഏകദേശം ചാപ്റ്റേഴ്സിനെ കുറിച്ച് എല്ലാം ഒന്ന് നോക്കിയ ശേഷം മാർക്കും ഒക്കെ നോക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ഫുൾ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണേ. ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഫസ്റ്റ് സെലക്ട് ചെയ്യണം ഉറപ്പായിട്ടും. കാരണം ആ ചാപ്റ്റേഴ്സിൽ നിന്നും മാക്സിമം മാർക്ക് നഷ്ടപ്പെടാതിരിക്കണം. അതാണ് ആദ്യത്തേത്. അപ്പൊ അതിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് ജയിക്കാനും കൂടി പറ്റിയാൽ രക്ഷപ്പെട്ടു നിങ്ങൾ. കാരണം സെക്കൻഡ് ഇനിയും പറയാൻ പോകുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 10 ചാപ്റ്റേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ 14 ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഒരു 5, 6 ചാപ്റ്റേഴ്സ് മതി. അത്രയൊക്കെ മതി. അത്രയും നിങ്ങൾ ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി അവനെ വേണം ആദ്യം ക്യാച്ച് ചെയ്യാൻ. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മാർക്ക് മുഴുവൻ പോക്കറ്റിലാക്കിയിരിക്കണം. രണ്ടാമതാണ് നമ്മുടെ സെലക്ഷൻ ക്വസ്റ്റ്യൻസ് ഫ്രം അതർ ചാപ്റ്റേഴ്സ്. അത്രയും എന്ന് പറയാൻ മറ്റുള്ളതൊന്നും നമുക്ക് ഫുൾ പഠിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്കത് വിട്ടേര്. പക്ഷെ അതിനുള്ളിൽ നിന്നും പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസുകൾ സ്ഥിരമായിട്ടുള്ളതിനെയും കാരണം അതിനൊരു ഫോർമുല എഴുതി, ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡറിയാ,
ഒരു ഫോർമുല എഴുതി അവിടുന്ന് ഒരു 3 മാർക്കിൽ നിന്നും 1 കിട്ടിയാലും മതി, അല്ലെങ്കിൽ 1.5 കിട്ടിയാലും മതി. പക്ഷെ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സിൽ നിന്നും അങ്ങനെ ആവരുത്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ ഉറപ്പായിട്ടും മാക്സിമം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണം. ഒരു ചാപ്റ്ററിന് ഇപ്പോൾ 7 മാർക്ക് ഉണ്ടെങ്കിൽ ഒരു 6 മാർക്ക് വരെയെങ്കിലും കിട്ടുന്ന രീതി കൂടെ ക്ലിയർ ആയിരിക്കണം. ആ രീതി കൂടെ വേണം ഓരോ സബ്ജക്റ്റും പഠിക്കാൻ. ഓക്കെ, അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാ സബ്ജക്റ്റും ജയിക്കാൻ വളരെ ഈസിയാവും, വളരെ എളുപ്പമാവും. ഏത് ബുദ്ധിമുട്ടുള്ളൊരു കുട്ടിക്കും ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനിയും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ, ആരും രക്ഷപ്പെടുത്താൻ വരില്ല. ഓക്കെ, നമ്മളുടെ ഓരോ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. വേറെ ആൾ എത്ര പറഞ്ഞാലും പറ്റില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ച് ഇറങ്ങി തിരിച്ചാൽ വേറെ ആർക്കും നിങ്ങളെ തടസ്സപ്പെടുത്താനും പറ്റില്ല. അതും ശരിയല്ലേ? ഞാൻ പഠിക്കുക, നിങ്ങൾ പഠിക്കുന്നതിന് ആരെങ്കിലും തടസ്സം ചെയ്യുമോ? ഞാൻ നല്ല പഠിച്ച് നല്ല പാസ്സായി പോകുന്നു, ആരെങ്കിലും തടസ്സം വരുമോ? ഇല്ല. അപ്പൊ നമ്മളുടെ പഠിത്തത്തിന് ആരും തടസ്സം വരത്തുമില്ല. പക്ഷെ നമ്മളായിട്ട് തടസ്സം വെച്ച് കഴിഞ്ഞാൽ ആർക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഓക്കെ, ഓരോ കാര്യവും നിങ്ങൾ തീരുമാനിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് എന്നുള്ള രീതി കൂടി ഇപ്പൊ അങ്ങോട്ട് അറിഞ്ഞ് പഠിക്കുക. കാരണം ഇനിയും പഠിക്കാനുള്ള സമയം നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുക. മുന്നോട്ടുള്ള സമയങ്ങൾ പഠിക്കാനുള്ളത്, ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ അടുത്ത സ്റ്റേജിലോട്ട് പോവുക, ഒരു ജോലി. ആ ജോലിയിൽ എത്തിപ്പെടുന്ന ഒരു പ്രായമുണ്ട്, അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പറ്റില്ല. പക്ഷെ അന്നേരം പഠിക്കണം എന്നുള്ള ഒത്തിരി ആഗ്രഹം ഉണ്ടാവും. കഴിഞ്ഞു. ഏത് കാര്യത്തിനും സമയമുണ്ട്, ആ സമയം നിങ്ങൾ ഉറപ്പായിട്ട് ഉപയോഗിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ല, എല്ലാവർക്കും അറിയാം നിങ്ങളൊരു സ്റ്റുഡന്റ് ആണ്. ഓക്കെ, സ്റ്റുഡന്റ്, വൺ ഹൂ സ്റ്റുഡിയസ് ഇൻ ദാറ്റ് മാറ്റർ ഈസ് കോൾഡ് സ്റ്റുഡന്റ്. അതാണ്. ഓക്കെ, നിങ്ങൾ ഏത് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാലും നമ്മൾ ഏത് കാര്യത്തിനാണോ ഏർപ്പെട്ടിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാകുമ്പോഴാണ് അതൊരു സ്റ്റുഡന്റ് ആവുന്നത്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളിപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. നിങ്ങൾക്ക് അപ്പൊ അതിനെക്കുറിച്ച് മാത്രം, വേറൊരു കാര്യത്തിന് ഞാൻ പറഞ്ഞു പോകരുത്. നമ്മളുടെ ടൈം അങ്ങനെയാണല്ലോ, നമുക്ക് സന്തോഷിക്കാനൊന്നുള്ള പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പൊ നമുക്കത് മറ്റുള്ള കാര്യങ്ങളോട്ടുള്ള ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് കുറച്ചുകൊണ്ട് ആ ടൈം എല്ലാം പഠിത്തത്തിന് ഉപയോഗിച്ച് വരുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം കിട്ടും, കോൺഫിഡൻസ് കിട്ടും, അടുത്തൊരു കോഴ്സിനെ കുറിച്ച് നല്ല ചിന്തിക്കാനും പറ്റും. ഓക്കെ, അല്ലെങ്കിൽ പറയും ജയിക്കട്ടെ, എന്നിട്ട് ഞാൻ അടുത്ത കോഴ്സിനെ കുറിച്ച് ചിന്തിക്കാം. എന്തിനാ? നമുക്ക് അടുത്ത കോഴ്സിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ട് പഠിച്ചു തുടങ്ങാം. ആ കോൺഫിഡൻസോടുകൂടി പഠിച്ച് ഈ വർഷം ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും പാസ്സാവണം. എല്ലാ സബ്ജക്റ്റ്, എത്ര സബ്ജക്റ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ അതിന് കൂടുതൽ ടൈം ഒന്ന് എടുത്താൽ മതി. എത്ര ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇപ്പം വന്ന് പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിക്കുക. 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ഇത്ര ചാപ്റ്റേഴ്സിനെ ഫുൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതും, സെക്കൻഡ് നമ്മൾ മറ്റുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് എക്സാമിന് വരുന്ന പോയിന്റ്സ് ഉള്ള അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉള്ള അവിടെ നിന്ന് മാത്രമായിട്ടൊന്ന് കുറച്ചൊരു ആ രീതി കൂടെ ഒന്ന് പഠിച്ചു തുടങ്ങിയാൽ ഓക്കെ ആവും. നെക്സ്റ്റ് സ്റ്റഡി ടൈം ടേബിളായിട്ടൊക്കെ എത്തും, ഇത്തിരി ഒന്ന് ആകട്ടെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യത്തെ ഒരു രീതി കൂടെ തുടങ്ങാൻ പറ്റുമല്ലോ. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മാക്സിമം ജയിപ്പിക്കുക എന്നുള്ളതല്ല, നല്ല മാർക്ക് വാങ്ങുന്ന രീതിക്കുള്ള ക്ലാസ് കിട്ടും. താഴെ തന്നുള്ള ഏതെങ്കിലും നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഒരൊറ്റ പേപ്പറിന് ഇത്രമേ ഉള്ളൂ, വെറും. ഓക്കെ, എക്സാം വരത്തേക്കുള്ളത് മാത്രം ഇത്രയേ ഉള്ളൂ ഒരു പേപ്പറിന്. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് നല്ലപോലെ പഠിക്കുക. നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഗുഡ് ബൈ.